വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഞാൻ രജനി ബിജു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ ഈ പുരാണം കേട്ട് സുഹൃത്തുക്കളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുകയാണ് വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനൽ. ഓരോ ലക്കവും ഞങ്ങളിവിടെ നിങ്ങൾക്കായി വായിച്ചു കേൾപ്പിക്കുകയാണ് ഓരോ പങ്ക്തികളെയും. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിൽ 18 പുരാണങ്ങൾക്കു ശേഷം 19ാമത് പുരാണമായി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ പുരാണം ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതേ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ 2ാം അധ്യായമാണ് ഇന്നിവിടെ വായിക്കുവാൻ പോകുന്നത്. ആദ്യം കഥ ഇതുവരെ. അകവും പുറവും നടക്കുന്ന യുദ്ധക്കെടുതികളുടെ പീഡ അനുഭവിച്ചുകൊണ്ട് വൈദിക ആചാര്യ സമക്ഷം എത്തിയ ഗുരുപാദാംബുജ രജോലവൻ എന്ന ആത്മസാധകന് ഒരു മണ്ഡലവ്രതക്കാലത്തെ സഹസ്ര ഗായത്രി ജപം ഉപദേശിച്ചു ആചാര്യൻ. മണ്ഡലവ്രതത്തിന്റെ 3ാം ദിവസം ആത്മസാധകന് ഗണപതി ദർശനവും 10ാം ദിവസം ഗുഹന്റെ സ്വപ്നദർശനവും ലഭിച്ചു. 11ാം ദിവസം രാവിലെ ചിത്തിരപക്ഷിയാൽ ആക്രമിക്കപ്പെട്ട് ചിറകും കാലും പരിക്കേറ്റ നിലയിൽ ഒരു ശുകബാലിക ആത്മസാധകന്റെ പാദത്തിൽ ആലംബം തേടി. സാധകൻ ചിത്തിരപക്ഷിയെ വിരട്ടി ഓടിച്ച് ശുകബാലികയെ രക്ഷിച്ചു. പത്നി സമേതനായി അവൾക്ക് ശുശ്രൂഷകളും ചികിത്സയും ചെയ്തു. 16ാം ദിവസം രാത്രി ശുകബാലികയെ മടിയിൽ ഉറക്കുന്ന വേളയിലാണ് ഒരു ദിവ്യപ്രകാശം പ്രത്യക്ഷമായത്. ഈ മന്വന്തരത്തിന്റെ രക്ഷകനായ 7ാമത്തെ മനു വൈവസ്വതനായിരുന്നു അത്. ആ ചൈതന്യം ആത്മസാധകനോട് കലിയുഗത്തിന്റെ ആശ്രയമായ മഹാഗുരു ശ്രീനാരായണനെ കുറിച്ച് ഒരു മഹാപുരാണം എഴുതാൻ ആവശ്യപ്പെട്ടു. 19ാമത് പുരാണമായ ആ കൃതി ശ്രീമദ് നാരായണ ഗുരുപുരാണം എന്നറിയപ്പെടുമെന്നും നമോ ഭഗവതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത് പാരായണം ചെയ്യപ്പെടണമെന്നും പ്രവചിച്ചു. ഗുരുപുരാണം എവിടെ നിന്ന് പറഞ്ഞു തുടങ്ങണമെന്ന് ആത്മസാധകൻ സംശയിച്ചു. പല മതസാരവും ഏകമെന്ന് തത്വം ലോകത്തിനു നൽകിയ ഗുരുവിന്റെ പുരാണം ലോകമതങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് തുടങ്ങാൻ വൈവസ്വതൻ ഉപദേശിച്ചു. ശുകബാലിക വിവിധ ജന്മങ്ങളിൽ പറവയായി വിവിധ ദേശങ്ങളിൽ ജനിച്ച ആത്മാവാണെന്നും അവൾ എല്ലാ മതങ്ങളുടെയും ശരിയായ ചരിതം പറഞ്ഞു തരുമെന്നും വൈവസ്വതൻ പറഞ്ഞു. മതപുരാണം കേട്ട് എഴുതിയ ശേഷം ഭാരതഭൂമിയുടെ പാദഭൂമികയായ രാമേശ്വരത്തെത്തി അഗ്നിതീർത്ഥത്തിൽ മുങ്ങി ജന്മപാപങ്ങൾ നശിപ്പിച്ച് 22 തീർത്ഥങ്ങളിൽ മുങ്ങി മൂവേഴുക്കളെ ശുദ്ധീകരിച്ചു വരണമെന്നും അതിനുശേഷം ഗുരുപുരാണം തുടരാനും വൈവസ്വതൻ ഉപദേശിച്ചു. വൈവസ്വതൻ മറഞ്ഞപ്പോൾ ശുകബാലിക വിവിധ ജന്മങ്ങളിൽ കണ്ടറിഞ്ഞ മതചരിതം ഓരോന്നായി പറയാൻ തുടങ്ങി. ജൂതമതത്തെയും സൊറാസ്ട്രിയൻ മതത്തെയും കുറിച്ച് അവൾ 2 ദിവസങ്ങളിൽ പറഞ്ഞു. 3ാം ദിവസം അവൾ ടാവോയുടെ പുരാണമാണ് പറഞ്ഞത്. തുടർന്ന് വായിക്കുക. ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതേ, അധ്യായം 2. ടാവോയുടെ പുരാണം. 3ാം രാവിൽ ശുകബാലിക ഉറക്കത്തിനായി ആത്മസാധകന്റെ മടിയിൽ എത്തി. അവൾക്ക് അന്നവും വെള്ളവും നൽകി സാധകൻ ശുകപൂജ നടത്തി. പിന്നെ മടിയിലിരുത്തി താലോലിച്ചും തലോടിയും സ്നേഹം പകർന്നു. അന്തിമയക്കത്തിന്റെ നിഴൽ വീണ വെളിച്ചം അവളുടെ കണ്ണുകളിൽ തിളങ്ങി നിന്നു. അതു കണ്ട് നിർവൃതി പൂണ്ട് സാധകൻ പാടി: ശാരികേ നിരുപമ സൗന്ദര്യനായികേ, നിൻ കണ്ണിണകൾ തൻ പ്രഭാമയത്താൽ ഞാൻ ലോകം മറക്കുന്നുവോ, നീ ഹരിത വർണ്ണത്തെ കാട്ടി എൻ മനം നിറയ്ക്കുന്നുവോ, മൊഴിയുക പൈതലേ ചാരുശീലേ മതപുരാണത്തിന്റെ കഥകൾ, കഥയ മമ കളകഥകളതി സാദരം. ശുകകുലി മൗലി മാണിക്യമായ ശുകബാലിക ആത്മസാധകന്റെ സ്നേഹപൂജയിൽ പ്രീതയായി ഇടത്തെ തോളിൽ ഇടം പിടിച്ച് ചെവിയിൽ മൊഴിഞ്ഞു തുടങ്ങി: സാധക, ഇന്ന് ഞാൻ നിന്നോട് കഥയോതുന്നതിന്റെ 3ാം നാളാണ്. ഇത്രയും കേട്ടതിൽ നിന്ന് എന്താണ് നിനക്ക് എന്നോട് ചോദിക്കാനുള്ളത്? പ്രിയ ശുകബാലികേ, നിൻ കഥാകഥനം ഏറെ ഹൃദ്യമാകുന്നുണ്ട്. എന്നാൽ ഒരു സംശയം.
നീ ഒരു കഥയിലും വർഷങ്ങൾ പ്രതിപാദിക്കുന്നില്ല. ഞങ്ങൾ സംസാരികൾ കാലദേശങ്ങളിലൂടെയാണ് കാര്യം ഗ്രഹിക്കുന്നത്. അതിനാൽ BC എന്നും AD എന്നും തിരിച്ചാണ് ചരിത്രം പഠിക്കുന്നത്. അതായത് ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷവും എന്ന കാലഗണനയിൽ. നീയാകട്ടെ അതൊന്നും പരാമർശിക്കുന്നില്ല. അതെന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ശുഗബാലിക മൊഴിഞ്ഞു. ക്രിസ്തുവിന് മുമ്പും ശേഷവും എന്ന കാലഗണന വളരെ പരിമിതമായ ബുദ്ധിയിൽ നിന്ന് ഉണ്ടായതാണ്. അതായത് ബാഹ്യവസ്തുക്കളുടെ അടയാളങ്ങളും ചരിത്ര അവശിഷ്ടങ്ങളിൽ നിന്ന് ഊഹിച്ചുണ്ടാക്കിയതുമായ യുക്തിയിൽ നിന്നാണ് അത്തരം ചരിത്രരചന നടക്കുന്നത്. ഞാൻ നിന്നോട് ഓതുന്നത് അത്തരം ചരിത്രമല്ല. ഇത് മഹാപുരാണമാണ്. പുരാണത്തിന്റെ കാലഗണന ചരിത്രത്തിന്റെ കാലഗണനയുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അത് ചരിത്രവസ്തു അവശിഷ്ടങ്ങളിൽ നിന്ന് മെനയുന്നതല്ല. ആത്മതപസിൽ ഋഷിമാർക്ക് തെളിയുന്ന ഇന്ദ്രിയാതീതമായ അറിവിൽ നിന്ന് ഉണരുന്നതാണ്. എങ്കിൽ പുരാണത്തിന്റെ കാലഗണനയെക്കുറിച്ച് നിനക്ക് അറിയുന്നത് ഒന്ന് വിവരിക്കാമോ? സാധകന്റെ ആവശ്യം സ്വീകരിച്ച് ശുഗബാലിക ഗുരുസ്തുതിയോടെ ഋഷിമാരുടെ കാലഗണനയെക്കുറിച്ച് വളരെ ചുരുക്കി ഇങ്ങനെ പ്രതിപാദിച്ചു. പാവന ഗുരു പരമകാരുണ്യ സിന്ധോ താവക ചരിതാമൃതം ചൊല്ലുവാൻ അനുഗ്രഹമേ ഗണേശംഭോ. താതാ നിൻ കാരുണ്യരാശിയാലൻ ബുദ്ധിയാകവേ ശോഭിതമാക്കൂ. യുഗങ്ങളും മന്വന്തരങ്ങളും ചിന്തനീയമാം കാലഭേദങ്ങളും മാമക ബുദ്ധിയിൽ തെളിഞ്ഞിടേണം മഹാഗുരോ. ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു. അതിപാവനമായിരിക്കുന്ന ഈ പുണ്യപുരാണം വായിക്കാനും വായിച്ചു കേൾക്കാനും എല്ലാ സുഹൃത്തുക്കൾക്കും ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുസാഗരം മാസിക വായിക്കാനും വരിക്കാരാവാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. 600 രൂപ വരിസംഖ്യ അടച്ചാൽ ഒരു വർഷത്തേക്ക് മാസിക തപാലിൽ ലഭിക്കുന്നതാണ്. തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ബുധനാഴ്ച വായന വീണ്ടും തുടരുന്നതാണ്. നമസ്തേ.